സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തില് നല്ല സമയവും മോശ സമയവും മാറി മാറി വരാം. ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ഇത്തരത്തില് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ അധ്യായത്തില് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധനസമ്പാദനത്തിനായിട്ട് ജീവിതത്തില് നല്ല കാലവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുന്നതിനായി പല വഴികളും പരീക്ഷിക്കുന്നവരാണ് നാം എല്ലാവരും. ചിലരാകട്ടെ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് ആദ്യം വേണ്ടത് വീട് വൃത്തിയോടെ വയ്ക്കുക എന്നതാണ്. വീടും ചുറ്റുപാടും വളരെ വൃത്തിയായി വയ്ക്കുക. നല്ല വൃത്തിയുള്ളിടത്തെ മഹാലക്ഷ്മി വാഴുകയുള്ളൂ. ലക്ഷ്മി ദേവിയാണ് ഐശ്വര്യത്തിന്റെ ദേവത. ഇതിനാൽ ലക്ഷ്മി കടാക്ഷം അത്യാവശ്യവുമാണ്. ഇതുപോലെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ പല വസ്തുക്കളുമുണ്ട്. ഇതിലൂടെ ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട്. ഇത് ചെയ്യുന്നത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ്. ഗ്രാമ്പു ഉപയോഗിച്ചുള്ളതാണ് ഒന്ന്. ഗ്രാമ്പു സുഗന്ധദ്രവ്യമാണ്. ഗ്രാമ്പുവിൽ ലക്ഷ്മിയുടെ അനുഗ്രഹവുമുണ്ട്. ധനവരവിനു വേണ്ടി ഗ്രാമ്പു ഉപയോഗിച്ചുള്ള പല കർമ്മങ്ങളും ചെയ്യാം. ഇത് ആകർഷണത്തിന് നല്ലതാണ്. ഉദാഹരണമായി നാം മന്ത്രം ചൊല്ലുമ്പോൾ വായിൽ ഒരു ഗ്രാമ്പു കടിച്ചു പിടിച്ച് നാമം ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ദേവപ്രീതി ഉണ്ടാകും. ഇതുപോലെ നാം പണത്തിനും സ്വർണത്തിനുമൊപ്പം ഗ്രാമ്പു വച്ചാൽ ഇവ നഷ്ടപ്പെടില്ല. മാത്രമല്ല ഇങ്ങോട്ട് നേടാനും സാധിക്കും. ഇവിടെ ഈ കർമ്മത്തിന് വേണ്ടത് പച്ച കർപ്പൂരമാണ്. ഗ്രാമ്പുവും വേണം. കർപ്പൂരവും ലക്ഷ്മി കടാക്ഷമുള്ള ഒന്നാണ്. ദേവാരാധനയിൽ നാം കർപ്പൂരം ഉപയോഗിക്കാറുണ്ടല്ലേ. ഈശ്വരനെ ആരാധിക്കാൻ ഏറെ നല്ലതാണ് കർപ്പൂരം. ഇത് കിടക്കാൻ നേരത്ത് ചെയ്യാം. പൂജാമുറിയിൽ നല്ല ബെഡ്റൂമില് ഇത് ചെയ്താൽ മതിയാകും. ഇത് ചെയ്യാൻ ഏറെ എളുപ്പമാണ്. ഒരു ചിരാതില് അല്ലെങ്കിൽ ഒരു ബൗളില് 3 ഗ്രാമ്പുവും ഒരു കർപ്പൂരവും ഇടുക. ഇത് കത്തിക്കുക. ഇതിന്റെ ഗന്ധം റൂമിൽ നിറയും. ഇത് മുറിയുടെ ഏതെങ്കിലും കോണിൽ ചെയ്താൽ മതി. ഇത് വീട്ടിലുള്ള നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളും. ലക്ഷ്മി ചൈതന്യം വീട്ടിൽ നിറയാൻ ഇത് സഹായിക്കും. ഇതിലൂടെ ധനവും സമ്പത്തും മാത്രമല്ല നമുക്കുള്ള തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറും. ഐശ്വര്യവും ഉണ്ടാവും. ഇത് അടുപ്പിച്ച് 11 ദിവസം ചെയ്യാം. കർപ്പൂരം വയ്ക്കുന്നതിന് മുൻപായി 3 വട്ടം നിങ്ങളുടെ തലയ്ക്ക് മീതെ ഒഴിഞ്ഞ് ഇത് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്യുമ്പോൾ പരദേവതയെ ദൈവങ്ങളെയും എല്ലാം മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ. ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.